ബഹുമാന അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിന്റെ ആവേശം കൊണ്ട് എനിക്ക് സത്യത്തിൽ വളരെ തമാശ തോന്നി. അങ്ങയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ വളരെ തമാശ തോന്നി. അങ്ങ് സത്യത്തിൽ നമ്മൾ ഈ മുന്നണി മാറുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണല്ലോ. അപ്പോൾ അങ്ങ് മുന്നണി മാറുന്ന സമയത്ത് അങ്ങ് തിരുവാർപ്പിൽ പോയി 2 വള്ളത്തെ കാല് വെച്ചെന്ന് ഓർക്കുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ കൂടെയാണെന്ന് കരുതി ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഒപ്പ് മേടിക്കാൻ പോയ അങ്ങ് പിറ്റേ ദിവസം തിരിച്ചറിഞ്ഞ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അങ്ങ് ഇവിടെ ചാരപ്പണി ചെയ്യുവാണെന്ന് ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു. ദുഃഖമുണ്ട്. പിന്നെ പറയട്ടെ, അങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ UDF-നല്ല, നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിലല്ല, നിങ്ങൾ UDF എന്ന് പറഞ്ഞല്ലോ. ഇത് പോട്ടെ, എനിക്കൊരു രാഹുൽ ഗാന്ധി കോടിക്കണക്കിന് രൂപ പെൻഡിങ് വെച്ചിരിക്കുന്നു, മിച്ചം വെച്ചിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് 4 കോടിയിൽ പരം രൂപ. അതുപോലെ തന്നെ രമ്യ ഹരിദാസ്. പല മണ്ഡലങ്ങളും വലിയ ചർച്ചയാണ്. ചർച്ച വന്നുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിൻസ് ലൂക്കോസിനെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ടുകൂടി വിശദീകരണം വേണമെങ്കിൽ ഇവിടെ അനിൽകുമാർ സാറ് 2 ചിഹ്നവും അതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് എന്നാ പിന്നെ പാലായിൽ ജോസ് കെ മാണിക്ക് 2 ചിഹ്നവും മാണി കാപ്പന്റെ ട്രാക്ടർ തമ്മിൽ മത്സരിച്ച് അവിടെ എന്താ പിന്നെ ജനം 2 ചില വികാരമാണ് കേൾപ്പിക്കില്ലായിരുന്നോ? ഞാൻ കടുത്തുരുത്തി മോൻസ് ജോസഫ് 2 ട്രാക്ടർ ചിഹ്നല്ലേ? അപ്പൊ അതൊന്നും പറയണ്ട. ചിഹ്നം ഒരു വികാരമാണ്, രാഷ്ട്രീയത്തിൽ നിലപാടുകളാണ്. പിന്നെ ബഹുമാനായ അനിൽകുമാർ സാറ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ജോസ് കെ മാണിയൊക്കെ LDF-ലേക്ക് പോയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വരെ പറഞ്ഞ നിങ്ങളതിന് മറുപടി പറ. LDF-നൊപ്പം ഇന്നേ വരെ കിട്ടാത്ത അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം LDF-ലേക്ക് പോയില്ലേ? കണക്ക് നിരത്തി സംസാരിച്ചില്ലേ? അതിനെ കൗണ്ടർ ചെയ്യാം. ചങ്ങനാശ്ശേരി, അതുപോലെ കാഞ്ഞിരപ്പള്ളി, എത്ര മണ്ഡലങ്ങൾ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2020 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ട് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒപ്പം നിന്ന ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന LDF-നോടൊപ്പം പോയി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന